അതിന് കോൺഗ്രസ് ഗവൺമെന്റ് പോലെ അല്ല CPM-ഉം പിന്നെ CPI-യും. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. CPI-യെ കുറിച്ച് നിങ്ങൾ ചോദിക്കേണ്ട, അക്കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. CPI-യുമായി ഞങ്ങൾ ചർച്ച നടത്തിക്കൊള്ളാം. ചർച്ചയിലൂടെ പരിഹരിക്കും. അവർക്ക് ആവശ്യമായ വിശദീകരണം നൽകും. അതേക്കുറിച്ച് നിങ്ങൾ അധികം ആകുലപ്പെടേണ്ട. പറയുന്നത് വി ശിവൻകുട്ടിയാണ്. PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം എണ്ണി പ്രതികരിക്കുന്നു. കേൾക്കാം. അതിൽ ഒരു സ്ഥലത്തും ആ മെമ്മോറണ്ടത്തിൽ അഗ്രിമെൻറ്റിൽ സാധാരണഗതിയിലുള്ള പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടില്ല. അത് പൂർണ്ണമായിട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല 2007 NEP-യിൽ അതിൽ പേജ് 22-23 പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് SCERTക്ക് തന്നെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില സംശയങ്ങളുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുമെന്നുള്ള ചില സംശയങ്ങളുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോരെ? ഇതും കൂടെ ഒന്ന് വായിച്ചിട്ട് കുറച്ച് അല്ല ഉണ്ടല്ലേ? അതായത് കേന്ദ്ര NEP-യുടെ ഭാഗമാണല്ലോ ഈ PM-ശ്രീ പദ്ധതി. സ്വാഭാവികമായിട്ട് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു, ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പിറ്റേ ദിവസം നടപ്പിലാക്കണമെന്നില്ലല്ലോ. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാൻ തന്നെ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം പിന്നെ നടന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറഞ്ഞു, നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കേണ്ട, ഒരു കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റാണി ജോർജ് IAS നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ഞങ്ങളൊരു സംസ്ഥാന തലത്തിലുള്ളൊരു അക്കാഡമിക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും ആ അക്കാഡമിക് കമ്മിറ്റി ഇതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാം എന്നുള്ള നിലയിലൊരു അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അതിൻ്റെ പേരിലാണ് ആ വർഷം കാശ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിന്നെ കേന്ദ്രമന്ത്രി തന്നെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ സംസ്ഥാന സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയും നിങ്ങൾ ഇതിൽ പിന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത്. അതിപ്പോൾ എങ്ങനെയാണോ നമുക്ക് ചിന്തിക്കാം. അല്ല, അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, ഒരു മുന്നണിയാകുമ്പോൾ ഇപ്പം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പിന്നെ കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടിരിക്കുന്നു. ഞാൻ സംസ്ഥാനങ്ങളുടെ സമയക്കുറവിലും പേരെടുത്ത് വായിക്കുന്നത് എൻ്റെ ഉണ്ട്. കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഗവൺമെൻറ് പോലെ അല്ല CPM-ഉം പിന്നെ CPI-യും കോൺഗ്രസിനെ പോലെ അല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാർ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ ആദ്യം നടത്തേണ്ടത് കോൺഗ്രസ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടും അവരോടാണ് നടത്തേണ്ടത്. അവിടെയെല്ലാം അവർ ഒപ്പിട്ടിരിക്കുന്നു. പക്ഷേ 2 തവണ മന്ത്രിസഭയിൽ വന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ അവർ ആശങ്ക പ്രകടിപ്പിച്ചതായി അറിയുന്നു. അങ്ങനെ ഒരു വിഷയത്തിൽ അവരെ അല്ലേ ആദ്യം ബോധ്യപ്പെടുത്തി വേണ്ടിയിരുന്നല്ലേ? അല്ല, അതൊക്കെ LDF-ൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഉപദേശം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ല,
ഞങ്ങൾക്ക് പിന്നെ പുറകോട്ട് പോയിട്ടില്ലല്ലോ. കോടതിയിൽ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേരളത്തിന് കിട്ടേണ്ട ടോട്ടൽ കാശിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കേസ് കേരള ഗവൺമെൻറ് കൊടുത്തത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമായിട്ടില്ല. PMCയിൽ മാത്രം നിങ്ങൾ തൂങ്ങിക്കേണ്ട. ഫണ്ട് വാങ്ങിയിട്ടില്ല തമിഴ്നാട് ഫണ്ട് വാങ്ങിയെന്ന് ആര് പറഞ്ഞ്? ഫണ്ട് വാങ്ങിയെന്ന് ആര് പറഞ്ഞ്? തമിഴ്നാട് പറഞ്ഞെന്ന് വെച്ചാൽ തെറ്റായ ഒരു ധാരണയാണ്. കിട്ടിയിട്ടില്ലെന്ന് പിന്നെ മണിയണ്ട. അതെ, കോടതിയെ സമീപിക്കാൻ ഞാൻ കോടതിയിൽ കേസ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട കാശ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമൺ കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തമിഴ്നാടിന് നിങ്ങൾ പറഞ്ഞല്ലോ, തമിഴ്നാട് കോടതിയിൽ പോയത് സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളിലെ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കേരളത്തിന് നമുക്കിതും ബാധകമല്ല. അപ്പോൾ PMCയുടെ പ്രശ്നത്തിന് കോടതിയിൽ പോയിട്ടില്ല. കോടതിയിൽ ഒരു കേസിന് പോകാതെ, ഒരു സംസ്ഥാനം കോടതിയിൽ ഒരു വിഷയത്തിന് പോകാതെ പൈസ വാങ്ങിയെന്നടക്കം പറയുന്നത് അത്ര ശരിയാണോ എന്നുള്ളവരും സ്വയം തന്നെ പരിശോധിച്ച് നോക്കുക പറഞ്ഞവർ. നമ്മൾ എല്ലാ തന്ത്രവും പരസ്യമാക്കാൻ വേണ്ടി പറ്റുമോ? തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? State duties, KVs, NVs will implement all the provisions of National Education Policy NEP 2020 in entirety within the entire state എന്ന് കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് മനസ്സിലായത് NEP ഞങ്ങൾക്ക് ബാധകമാവുകയാണ്? ഒരു കുഴപ്പമില്ല. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഞാൻ ഒപ്പിട്ട് കൊടുത്ത MOUവിലുള്ള ഒന്നാമത്തെ ക്ലോസാണ് വായിച്ചത്. അതിൽ പറയുന്നു ഞങ്ങൾ നടപ്പാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് NEP ബാധകമാവില്ല? NEPയിൽ പറയുന്ന കാര്യങ്ങൾ കേരള സംസ്ഥാനത്തിന് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂ. പരിപൂർണമാണെന്ന് പറഞ്ഞിട്ട് ഓരോ വാക്കും എടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഏതാ? ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് NEPയുടെ 6 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൃത്യം പറയുന്നുണ്ട്. ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കരിക്കുലം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് NEPയെ ബേസ് ചെയ്ത് കൊണ്ടുവന്ന കരിക്കുലം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം PMC സ്കൂളിൽ നടപ്പാക്കണമെന്ന് കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടെ നമ്മുടെ അല്ലാതെ എന്താ പറയാ 19-ാം പേജിലെ അല്ലേ, ചാപ്റ്റർ കരിക്കുലം എന്ന് പറയുന്ന പേജിൽ, അതായത് 19-ാമത്തെ പേജിൽ PM ശ്രീ പാർട്ട് 1 19-ാമത്തെ പേജിലെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഈ പറയുന്നത് അല്ലേ. അതിൽ സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണ്, നാഷണൽ ഓർ / ഇട്ട് സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നുണ്ട്. ബേസ്ഡ് ഓൺ NEP എന്നല്ല പറയുന്നത്, NCERT എന്നായിരിക്കും പറയുന്നത്. അതെ, ഈ നമ്മൾ പറയുന്നത് ഒരു മിനിറ്റ് SCERT നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്ത് KCF 23 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിച്ചതാണ്. അതനുസരിച്ചാണ് പാഠ്യപദ്ധതി റിവിഷൻ ഇവിടെ വരുത്തിയിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ ഇവിടെ പാഠപുസ്തകം ഇറക്കിയിരിക്കുന്നത്. അപ്പം ഇത് ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ പറയുന്ന മാതിരി അങ്ങനെ ഒരു കടുത്ത ഇൻസിസ്റ്റൻസ് ഇല്ല അതിൽ. വളരെ കൃത്യമായിട്ട് ഇന്നലെയും ഒന്ന് പറഞ്ഞോട്ടെ അവർ ഡയറക്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ നടപ്പാക്കിക്കോളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് വന്നിട്ട് പറയുന്നത് NEP ഞങ്ങൾക്ക് ബാധകമാവില്ല.
NEP ബാധകമാകുന്നില്ല എന്നാണ് അല്ലെന്ന് പറഞ്ഞത്. എൻറ്റയർറ്റി എന്നുള്ള വാക്കാണ് ഈ പറയുന്നത്. ആ എൻറ്റയർറ്റിയിൽ അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊവിഷനും നമ്മൾ ഒന്ന് കേക്ക് ഒരു സെക്കൻഡ്. PM ശ്രീ സ്കൂൾ ഇതെല്ലാവർക്കും ഉണ്ടാവും, കയ്യിൽ ഉണ്ടാവും. അതിന്റെ 19ാമത്തെ പേജിലുള്ള കാര്യമാണ് സുപ്രിയ മാഡം പറയുന്നത് കേൾക്കണം. അതിനിടെ കരിക്കുലം ഇൻ PM ശ്രീ സ്കൂൾ ഷാൽ ഫോളോ ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് / സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ന്യൂ കരിക്കുലർ ആൻഡ് പെഡഗോഗിക്കൽ സ്ട്രക്ചർ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള KCF 2023 നമ്മൾ രൂപീകരിക്കുമ്പോൾ ദേശീയ തലത്തിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ കരിക്കുലം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല, ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം എൻ്റെ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാം. NEP അംഗീകരിക്കുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവരെ ആ നിലപാട് നിൽക്കണമെന്നില്ല. കാലഘട്ടത്തിന് അല്ല, അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് NEPയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, NEPയുടെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിൻ്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായിരുന്നാലും അതിലൊക്കെ തന്നെ ഈ നമുക്ക് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ടി വരും നമുക്ക്. അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം ഒരു നയം ഉണ്ടായിരുന്നല്ലോ, ലോകബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല. ഞങ്ങൾ അത് നാട്ടിലെയും രാജ്യത്തിൻ്റെയും സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതല്ലാതെ എല്ലാ കാലത്തും ഒരു NEPയിൽ പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ PM ശ്രീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരും തരുമോ കാശ്? തമിഴ്നാട് വിട്ടേക്ക്. അത് വാങ്ങട്ടെ തന്നെ, അത് നന്നായിരിക്കട്ടെ. അത് പറഞ്ഞല്ലോ ഓൾറെഡി. അത് RTE നോംസിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് ആണ്. പ്രൈവറ്റ് സ്കൂൾസിൽ ഈ പുവർ ചിൽഡ്രന് റിസർവേഷൻ ഉള്ള കാര്യത്തിലാണ് അവർ പൈസ വാങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ അത് ആവശ്യമില്ല. എല്ലാ സ്ഥലത്തിലും ആവശ്യമായ ഗവൺമെൻറ് സ്കൂൾ ഉള്ളത് ആ RTE കാര്യം കേരളത്തിൽ നടപ്പിലാക്കേണ്ട ആവശ്യം പോലും ഇല്ല. തമിഴ്നാട് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിയത് RTEയുടെ റീഇംബേഴ്സ്മെൻ്റ് ആണ്. അതാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ അവർ വാങ്ങിയ ഏത് രൂപത്തിലാണ് കിട്ടിയത്? പിന്നെന്താ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കേരളം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് സുപ്രീം കോടതി പോയില്ലെന്നുള്ളതാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മന്ത്രിസഭയും തീരുമാനിച്ചിട്ടുള്ളത് പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു കേസായിട്ട് പോയാൽ മതി തീരുമാനിച്ചു. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമൊന്നുമില്ല. മന്ത്രിസഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ എതിർപ്പ് വരും? അത് പുതിയ കാര്യമല്ലല്ലോ അത്. മുന്നണിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അത് ബിനോയ് വിശ്വം പറഞ്ഞത് ശരിയായിരിക്കും ചിലപ്പോൾ. അല്ല, ചർച്ച ചെയ്തതെന്ന് നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വം പറഞ്ഞ മട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിനോയ് വിശ്വം മുന്നണിയിൽ ചർച്ച ചെയ്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. എങ്ങനെ ഞാൻ അതിൻ്റെ ഞാൻ ഇപ്പം പറഞ്ഞ കേൾക്കാദ്യം ഇങ്ങനെ ഇടുന്ന ബോളുണ്ടാക്കിയ എങ്ങനെ? LDFിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞാനില്ല. അതുകൊണ്ട് LDFിൽ ചർച്ച ചെയ്തല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ചോദിച്ചല്ലോ, ഇവിടെ NEPയുടെ കാര്യം പറഞ്ഞു. അതേ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞല്ലോ. നിങ്ങളതിൽ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ടി വരുമെന്ന്. സർക്കാരിന്
അതെല്ലാം ഒരു നയമാറ്റമാണ്. അല്ലല്ല അങ്ങനെയല്ലോ. അല്ല ഒരു നയത്തിൽ മാത്രം നിന്ന് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? അത് സർക്കാർ സമ്മതിച്ചല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് പിന്നെ നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEP പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. ഈ NEP എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തു. ഞാൻ ചർച്ച ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു, എൻ്റെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു, ഞാൻ 2 പ്രാവശ്യം ചർച്ച ചെയ്തു. ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളതിൽ അവർ വന്നിട്ടില്ല. തയ്യാറായി വരാത്ത അവസരത്തിൽ നമുക്ക് ഈ കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാശ് നഷ്ടപ്പെടാതിരിക്കുകയും LDFൻ്റെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം തുറന്നു വന്ന ഒരു വിദ്യാഭ്യാസ നയമുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലും മാറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. അവർ ABPക്കാർ എൻ്റെ വീട്ടിൽ വരാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രശ്നം വല്ലതും ഉണ്ടോ? അല്ല, എല്ലാ കാര്യവും എല്ലാവരും യോജിക്കണമെന്നില്ലല്ലോ. നമ്മളതിന് നിർബന്ധം പിടിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് AISFന് സമരം ചെയ്യുന്ന എന്ത് ചെയ്യാൻ? നിങ്ങൾ തന്നെ പറ, എന്ത് ചെയ്യുന്നു? കേരളത്തിൽ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് PM ശ്രീ സ്കൂൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിക്കും, അപ്പോൾ ആലോചിക്കാം. അല്ല ഇല്ല SCRT ആണ്, NCRT അല്ല. SCRT ഇതല്ലേ NEP-യിലല്ലേ വായിക്കുന്നത്? അതിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ, സ്റ്റേറ്റ്സ് വിൽ പ്രിപ്പയർ ദെയർ ഓൺ curricula which may be based on the NCFSC prepared by NCRT to the extent possible, and prepare textbooks which may be based on the NCRT textbook materials to the extent possible. States will prepare based on NCRT to the extent possible. To the extent ശരിയാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇരുന്നോട്ടെ. പോസിബിൾ എന്നൊരു വാക്ക് ഉണ്ടല്ലോ, ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ എന്നുണ്ടല്ലോ. ആൻഡ് വൺ മോർ തിങ് ഞാൻ അഗൈൻ പറയാം. നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത് ഒന്നുകൂടി പറയാം. PM ഉഷ ഹയർ എഡ്യൂക്കേഷനുടെ MOU ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് പ്രിപ്പറേഷൻ ഓഫ് ദ PM ഉഷ പ്ലാൻ വിത്തിൻ ദ ഗൈഡ് ലൈൻസ് ആൻഡ് നോംസ് ഓഫ് ദ സ്കീം ഇൻ ദ ലൈറ്റ് ഓഫ് ദ NEP 2020 ഉണ്ട്. നമ്മൾ അത് നടപ്പിലാക്കി നമ്മളുടെ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ വാങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ആശങ്ക ആവശ്യമില്ല. അത് ഒന്നും കൂടി ആവർത്തിക്കാം. യെസ്, ഇനിയിപ്പോൾ നമുക്ക് ഇരിക്കാം. ഞാനത് പറഞ്ഞല്ലോ, പണിയണ്ട. വീണ്ടും നമ്മൾ ആവർത്തി ചോദിക്കുന്നത് ശരിയല്ലോ. ഏതാ? അല്ല, എൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സാംസ്കാരിക നേതാക്കന്മാരുണ്ട്. ബിനോയ് വിശ്വത്തിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ആയിക്കോളും എന്ന് പറഞ്ഞില്ലല്ലേ ഞാൻ. നിലപാട് മാറ്റിയെന്ന് വെച്ചാൽ അതിൻ്റെ NEP-യുടെ A to Z വരെയുള്ള കാര്യങ്ങൾ നിലപാട് മാറ്റി നടത്തുന്നുണ്ടോ? അതെ ഒരാൾ സംസാരിക്കല്ലേ എന്ന്. അങ്ങനെ നമ്മൾ എപ്പോഴും എണീറ്റ് നിന്ന് എങ്ങനെയാണ് ശരിയാവുന്നത്? മണിയണ്ണെ പോലുള്ളൊരു സീനിയർ ആളാണ് സംസാരിക്കുക. വളരെ മോശമല്ലേ? പൊതുജനങ്ങൾക്കൊന്നും ഒരു സംശയത്തിൻ്റെ പ്രശ്നമില്ല. അവരെ വിശദീകരിക്കുന്നതിനും ഒരു പ്രശ്നമില്ല. ഇലക്ഷൻ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളെക്കാൾ വലിയ ഉത്കണ്ഠ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. മാതൃഭൂമിക്ക് വലിയ ഉത്കണ്ഠ അതൊന്നും ഒരു പ്രശ്നമല്ല. മണിയുണ്ട, നമുക്ക് ഒരുമിച്ച് നിന്ന് അങ്ങ് ഇലക്ഷനൊക്കെ വരാം.
അല്ല അങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യം ഉത്തരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? പറയട്ടെ ഒന്നുകൂടെ ചോദ്യം. അല്ല അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ഒപ്പിട്ടിരിക്കുന്ന NEP ആണല്ലോ. ആ ഒപ്പിട്ട് പറഞ്ഞിട്ടേ പറഞ്ഞ് തീർക്കാൻ സമയം. NEP നടപ്പിലാക്കും എന്നുള്ളതാണല്ലോ ഒപ്പിട്ടിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞത് NEP നടപ്പിലാക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സംസ്കാരവും വിദ്യാഭ്യാസ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊക്കെ ഉണ്ട്. അതനുസരിച്ചായിരിക്കും നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒപ്പിട്ടേക്ക് ശരി തന്നെ. അല്ല നിങ്ങൾക്ക് അത് അപ്പോഴും പറഞ്ഞ് നമ്മൾ അനുഭവിച്ചോളാം, കുഴപ്പമില്ല. ഇല്ലേ? ഉറപ്പാണോ?